ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് റെസിപ്പി വീഡിയോ ഒന്നുമല്ല. ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഒരു പ്രോഡക്റ്റ് ഓർഡർ ചെയ്തപ്പോൾ എനിക്കുണ്ടായ ഒരു മോശമായിട്ടുള്ള അനുഭവമാണ് ഞാനിവിടെ പങ്കുവയ്ക്കുന്നത്. ഫ്ലിപ്കാർട്ടിൽ നിന്ന് 10 ഫീറ്റിൻ്റെ ഒരു സ്വിമ്മിംഗ് പൂൾ ഓർഡർ ചെയ്തപ്പോൾ ഉണ്ടായ ചതിയും അത് തിരുത്താൻ പോയപ്പോൾ കസ്റ്റമർ കെയറിൽ നിന്ന് ലഭിച്ച ബുദ്ധിമുട്ടുകളും നിങ്ങളും കൂടി അറിയണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ഇത് ഞാൻ ഓർഡർ ചെയ്തപ്പോൾ വന്ന പ്രോഡക്റ്റ് ആയിരുന്നു. ഞാൻ ഓർഡർ ചെയ്തത് ഈ സ്ക്രീനിൽ കാണുന്ന വേഗല എന്ന ബ്രാൻഡിൻ്റെ 10 ഫീറ്റിൻ്റെ 3 ലെയർ പൂളാണ് ഞാൻ ഓർഡർ ചെയ്തത്. പക്ഷേ എനിക്ക് വന്നത് ബെസ്റ്റ് ബൈയുടെ 8.7 ഫീറ്റിൻ്റെ 2 ലെയർ പൂളാണ് വന്നത്. ഇവരുടെ 5 സ്റ്റാർ റേറ്റിംഗ് ഒക്കെ കണ്ടതുകൊണ്ടാണ് ഞാനിത് ഓർഡർ ചെയ്തത്. ഇപ്പോഴത്തെ നമ്മുടെ ഈ ചൂട് കാലാവസ്ഥയൊക്കെ ആയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പൂൾ ഓർഡർ ചെയ്യാൻ തന്നെ ഞാൻ നോക്കിയത്. അതും ഇതിൻ്റെ പ്രൈസ് ഏകദേശം 4000 അടുപ്പിച്ചുണ്ടായിരുന്നു. ഞങ്ങളിത് ഓപ്പൺ ചെയ്തപ്പോൾ ഇതിൻ്റെ സൈസ് ശ്രദ്ധിച്ചില്ലായിരുന്നു. ബ്രാൻഡ് മാറിയത് കുഴപ്പമില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങളിത് ഓപ്പൺ ചെയ്തത്. നിവർത്തിയിട്ടപ്പോൾ ഹസ്ബൻഡാണ് പറഞ്ഞത് ഇത് 10 ഫീറ്റ് ഇല്ല എന്ന്. അപ്പോഴാണ് ഞങ്ങൾ ബോക്സിൻ്റെ പുറത്തെ സൈസ് ശ്രദ്ധിക്കുന്നത്. അവർക്ക് അബദ്ധം പറ്റിയതാകുമെന്ന് കരുതിയിട്ട് ഞങ്ങളിത് അതുപോലെ തന്നെ മടക്കി റിട്ടേൺ ചെയ്തു. പിന്നും ഒരു 5 ദിവസം കൂടി കാത്തിരുന്നിട്ടാണ് റീപ്ലേസ്മെൻ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റ് വന്നത്. റീപ്ലേസ്മെൻറ്റിന് വന്ന ബോക്സ് ഓപ്പൺ ചെയ്തപ്പോഴാണ് നമുക്ക് ഏറ്റവും വലിയ അബദ്ധമാണ് പറ്റിയതെന്ന് മനസ്സിലായത്. കാരണം അവർ റിട്ടേൺ അയച്ചതും ഇതേ സെയിം പ്രോഡക്റ്റ് തന്നെയായിരുന്നു. ഡെലിവറി ഏജൻറ്റിനെ ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇതൊന്ന് റീഫണ്ട് ചെയ്യാനാണ്. പക്ഷേ കുട്ടികൾ ഒരു തരത്തിൽ ഇത് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. കാരണം അവർ ഏകദേശം ഒരു 2 ആഴ്ചയോളം ഈ പൂളിനൊക്കെ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയായിരുന്നു. ഞങ്ങൾ ഓർഡർ ചെയ്തതും വന്ന പൂളും തമ്മിൽ ഏകദേശം ഒരു 1000 രൂപയുടെ ഡിഫറൻസ് ഉണ്ടായിരുന്നു. ഇതിനെക്കുറിച്ച് പരാതിപ്പെടാൻ നോക്കിയപ്പോൾ കസ്റ്റമർ കെയറിലെ ചാറ്റ് ബോട്ട് കുറേ വട്ടം കറക്കി. ഒരു മനുഷ്യനെ പോലും ഫോണിൽ കിട്ടാൻ വളരെയധികം പ്രയാസമാണ് ഈ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഒരു പ്രോഡക്റ്റ് വന്നിട്ട് നമുക്കത് കംപ്ലയിൻറ്റ് ചെയ്യാനായിട്ട്. കുറേ നമ്പറിൽ വിളിച്ചിട്ടും യാതൊരു റെസ്പോൺസും ഉണ്ടായിരുന്നില്ല. അവരുടെ കയ്യിൽ സ്റ്റോക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് മാന്യമായിട്ട് നമ്മൾ ഓർഡർ ചെയ്യുന്ന സമയത്ത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ഒന്ന് കാണിക്കാമായിരുന്നു. അതിനുള്ള മര്യാദ പോലും അവർ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. പോരാത്തതിന് ഇതിനെക്കുറിച്ച് സത്യസന്ധമായിട്ട് ഞാൻ റിവ്യൂ ഇട്ടപ്പോൾ മോഡറേഷൻ ഫെയിൽഡ് എന്ന് പറഞ്ഞ് അവരത് തടയാനും നോക്കി. കസ്റ്റമർക്ക് പറയാനുള്ളത് പോലും കേൾക്കാത്ത ഇത്തരം സിസ്റ്റം വളരെയധികം കഷ്ടമാണ്. ഇത്രയും വലിയ പൈസ വാങ്ങിയിട്ട് കുറഞ്ഞ സാധനം അയക്കുന്ന ഇത്തരം സെല്ലർമാരെ എല്ലാവരും ഒന്ന് കരുതിയിരിക്കുക. പിന്നെ നിങ്ങൾ ഓർഡർ ചെയ്ത സാധനം കയ്യിൽ കിട്ടിയാൽ അതിൻ്റെ സൈസൊക്കെ കറക്റ്റ് ആണോ എന്ന് നോക്കിയിട്ട് മാത്രം പ്രോഡക്റ്റ് പൊട്ടിക്കുക. ഇതുപോലുള്ള അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടാകരുത് എന്ന് കരുതിയിട്ടാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. എന്തായാലും കുഞ്ഞുങ്ങളെ സങ്കടപ്പെടുത്തണ്ടെന്ന് കരുതിയിട്ട് ഈ പൂള് തന്നെ ഞങ്ങൾ എടുക്കാൻ തീരുമാനിച്ചു. ഇനി ഇങ്ങനത്തെ പൂള് ഓർഡർ ചെയ്തവർ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് പൂളിൻ്റെ അടിയിൽ ഇതുപോലൊരു തെർമോക്കോൾ ഷീറ്റോ അങ്ങനെയുള്ള എന്തെങ്കിലും മേടിച്ചിടുന്നതാണ് ഏറ്റവും നല്ലത്. അതാവുമ്പോൾ അടിഭാഗം നല്ല സോഫ്റ്റായിട്ട് ഇരിക്കുകയും ചെയ്യും, പൂള് ചീത്തയാകത്തുമില്ല. പിന്നെ ഈ തെർമോക്കോൾ ഷീറ്റിൽ വെള്ളം വീണാൽ തെന്നി വീഴാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇത് കറക്റ്റ് ആ പൂളിൻ്റെ സൈസിൽ തന്നെ കട്ട് ചെയ്ത് ഇടാൻ ശ്രമിക്കണം. ഇതുപോലെ എക്സ്ട്രാ ഇടരുത്, എന്നാൽ നമ്മൾ തെന്നി വീഴും. ഈ ചൂട് സമയത്ത് ഇങ്ങനെ ഒരെണ്ണം നമ്മൾ വാങ്ങിയാൽ വളരെയധികം നല്ലതാണ്. പക്ഷേ വാങ്ങുമ്പോൾ നല്ല വിശ്വസ്തമായിട്ടുള്ള സെല്ലർമാരിൽ നിന്ന് വാങ്ങാൻ ശ്രമിക്കുക. ഞാൻ വാങ്ങിയതിൽ ആകെ ആ 5 സ്റ്റാർ റേറ്റിംഗ് മാത്രമേ എനിക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. ഒരു റിവ്യൂ പോലും കാണാൻ പറ്റിയിട്ടുണ്ടായില്ല. അതുകൊണ്ടാണ് ഞാൻ എടുത്തെടുത്ത് പറയുന്നത്. നല്ല വിശ്വസ്തമായിട്ടുള്ള ഒരു സെല്ലറിൽ നിന്ന് തന്നെ എല്ലാവരും വാങ്ങാൻ ശ്രമിക്കുക. നിങ്ങൾ വാങ്ങുമ്പോൾ റിവ്യൂസൊക്കെ നല്ല രീതിയിൽ വായിച്ചിട്ട് വേണം വാങ്ങാനായിട്ട്. എൻ്റെ റിവ്യൂസൊന്നും ഇതുവരയ്ക്കും അവർ പബ്ലിഷ് ചെയ്തിട്ടില്ല. ആദ്യത്തെ റിവ്യൂ മാറ്റി വേറെ റിവ്യൂ ഇട്ടിട്ട് പോലും അതവർ കാണിക്കുന്നില്ല. 8.7ൻ്റെ പൂളും അത്യാവശ്യം വലിയ പൂള് തന്നെയാണ്. എന്നാലും ഞാൻ ഈ വീഡിയോ ഇട്ടത് 2 തവണയും അവർ ഒരേ മിസ്റ്റേക്ക് തന്നെ ചെയ്തതിനാലും നമ്മൾ ഓർഡർ ചെയ്തതിനെക്കാട്ടി കുറഞ്ഞൊരു പ്രോഡക്റ്റ് തന്നതുകൊണ്ടും മാത്രമാണ് ഞാൻ ഈ റിവ്യൂ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ്.